അപ്പോൾ ഈ പാലക്കാട് വിശേഷങ്ങൾ ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം എന്തൊക്കെയാണ് പാലക്കാട് ഇതുവരെ സംഭവിച്ചത്, ഇനി നടക്കാൻ പോകുന്ന എന്തൊക്കെയാവും എന്നുള്ള വിശകലനങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയും ലിജോ വർഗീസും ഉണ്ട്. ഒപ്പം ആൽവിൻ തോമസും സജീഷ് പി കെയും ശാന്തകുമാർ വെള്ളാലത്തും ചേരും. ആദ്യം പ്രസാദിലേക്കും ലിജോയിലേക്കും കൂടി പോവുകയാണ്. രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രസാദ്, ലിജോ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ രഥോത്സവത്തിന് വേണ്ടി നീട്ടിവെച്ച പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ്, കൊട്ടിക്കലാശത്തിന് വേണ്ടി നീട്ടിവെച്ച ഓരോ നിമിഷവും വിവാദ പെരുമഴ, കൂടുമാറ്റം, മുന്നണി മാറ്റം, ചേരിമാറ്റം, വാക്പോര്, അങ്ങനെ വേണ്ട സർവത്ര പ്രശ്നങ്ങളായിരുന്നു പാലക്കാട്. നമ്മൾ ഈ പറയുന്ന പോലെ 2016 2021 പോലെയല്ല, അതിശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. ഈ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, വാർത്തകൾ, വിവാദങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ച വ്യക്തിയാണ് പ്രസാദ്. എങ്ങനെയുണ്ട് ഈ ഒരു അവസാന ദിവസം എത്തുമ്പോൾ, പാലക്കാടിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ കോട്ട ആര് കാക്കുമെന്ന് ഈ ഘട്ടത്തിലെങ്കിലും നമുക്ക് ഒന്ന് അനുമാനിക്കാനെങ്കിലും കഴിയുമോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ കൊടുത്ത വാർത്ത പറഞ്ഞ് അവസാനിക്കുന്നത് പോലെ സർപ്രൈസുകൾ അവസാനിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വിവാദങ്ങൾ ഇപ്പോൾ സന്ദീപ് വാര്യരാണ് ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ച് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിന് 2 ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്താണ് പുതിയ സർപ്രൈസ് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും എങ്ങനെയും എന്തും സംഭവിക്കാം. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കാലുമാറ്റം, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ, കൈകൊടുക്കൽ, അങ്ങനെ എന്തെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും സജീവമായ, ഇത്രയും വിവാദങ്ങൾ നിറഞ്ഞ, ഇത്രയും സർപ്രൈസുകൾ നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലിജോ ചേരുന്നുണ്ട്. ലിജോ വയനാട് നിന്നാണ് വന്നത്. വയനാട് നിന്ന് വന്നതിന് ശേഷം ഇവിടെ 2 ദിവസം ഭയങ്കര സമാധാനത്തിൽ പണിയെടുക്കാന്ന് ചോദിച്ചാൽ ലിജോയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? അത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കാന്നുള്ള ബോംബ് എന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും ഇപ്പോൾ എക്കെബാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആളുകളും അടുത്ത ബോംബുണ്ട് എന്ന തരത്തിൽ ലിജോ വന്നത് ചോദിക്കുന്നത് എന്ത് ബോംബായിരിക്കും ഇനി പൊട്ടാവുന്നത് വെച്ചാൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലറിന്റെ ഒക്കെ അവസാനത്തെ 10 മിനിറ്റ് ക്ലൈമാക്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി എന്താണ് അടുത്ത ട്വിസ്റ്റ്, എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നലെയും അത്തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ചിലത് നടന്നില്ല. അത് ഇടതുനിന്നുണ്ടായിരുന്നു, കോൺഗ്രസ് നിന്നുണ്ടായിരുന്നു, BJP-യിലും ഉണ്ട്. അതെ. അപ്പോൾ ഓരോ ആളുകളും ഇതിങ്ങനെ ട്വിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയൊന്നൊരു നമ്മൾ കേട്ട അല്ലെങ്കിൽ ഇതുവരെ വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ നേരിട്ടറിഞ്ഞതായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം ട്വിസ്റ്റുകളൊന്നും കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നെയ്യാറ്റിൻകരയൊക്കെ അങ്ങനെ ഒരു സംഭവം വരുന്നു, ശെൽവരാജൊക്കെ വരുന്ന പോലെ ഒറ്റ സംഭവം മാത്രമേ അതെയല്ല. അതൊന്നും അല്ലാത്ത തരത്തിൽ നമ്മളൊന്നും കാഴ്ചക്കാരാക്കി, ചിലപ്പോൾ എതിർപക്ഷത്തെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് അടുത്തൊരു മൂവ്മെന്റിലേക്ക് പോകുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത്. അത് ഇന്നും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ജനങ്ങളുടെ മനസ്സ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെന്താണ് ചിന്തിക്കുന്നത്? ഇതിപ്പം ഇവിടെ ഇത്തരം ചർച്ചകളൊക്കെ വളരെ പ്രധാനപ്പെട്ട, കാരണം ഇത്രയും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ ഇതൊക്കെ സ്വാധീനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ലിജോയ്ക്ക് തോന്നുന്നത്? അതിപ്പോൾ നമ്മളിപ്പോൾ പല ഞാനിപ്പോൾ ഈ ടൗണിലും അതുപോലെ കണ്ണാടിയിലും ഇവരായൊക്കെ പോകുമ്പോഴും നമുക്ക് പല സമയങ്ങളിലും ഈ പൊളിറ്റിക്കൽ ടെസ്റ്റിന് അപ്പുറത്തേക്കുള്ള ഡിസ്കഷൻസ് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നോ, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ആളുകളുടെ അടുത്തേക്ക് എത്തിയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷം അല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകാത്തൊരു സ്ഥലത്ത് അടിത്തട്ടിൽ കുറേ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഫീൽ എനിക്ക് പലയിടത്തും കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഈ രാവിലെ പ്രഭാത നടത്തമൊക്കെ നടത്തുന്ന ആളുകൾ അവര് സൂപ്പ് ഒക്കെ ചൂടോട് കൂടി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ എന്തായാലും ആളുകളോട് രാഷ്ട്രീയം കൂടി ചോദിക്കാം. ഇവര് വേറെ കാര്യം, കഴിഞ്ഞ ഒരു മാസമായി ഇവർ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ രാവിലെ നടക്കാൻ വരുന്നവരൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? ഇവിടെ ചേട്ടാ, ഇപ്പം എങ്ങനെ നിങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞു? ഇന്നത്തെ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഭയങ്കര ഉഷാറിൽ നടക്കുന്നുണ്ട് ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ ഒരു കണക്ക്? പക്ഷേ ഞാൻ മറ്റേ ഇവിടുത്തെ ഓർഡറല്ല, അടുത്ത മലമ്പുഴ നിയോജകമുണ്ടല്ലേ, ഇതൊക്കെ ഇവിടെയുള്ളവരായിരിക്കണം. അല്ലേ? ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? ഇവിടുത്തെ വോട്ടറാണോ? അതറിയട്ടെ. വോട്ടറാണ്. ഇവിടെ ഈ നടക്കുന്ന വിവാദങ്ങളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അത് ഓരോ രാഷ്ട്രീയ പാർട്ടിന്റെ ഓരോ വിവാദങ്ങളാണ്. ചർച്ച ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിന്? അതോ ഈ രാഷ്ട്രീയ ടെസ്റ്റുകൾ മാത്രമാണ് നടന്നത്? അത് തന്നെയല്ല ഇപ്പം നടക്കുന്നുള്ളൂ. അങ്ങോട്ട് പോകണം, അക്കരെ ഉള്ളൂ. അത് ഓരോരുത്തരുടെ താല്പര്യം, ഓരോരുത്തരുടെ ഇത്. പിന്നെ അവരവരുടെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളിപ്പോൾ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴേ നമ്മളെ സ്വാധീനിക്കുന്നത് അല്ല, അത് പേഴ്സണൽ കാര്യമാണല്ലോ. നമ്മൾ വോട്ട് ചെയ്യുന്നത്
സ്വകാര്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അത് ആർക്ക് വോട്ട് ചെയ്യുന്നതല്ല ചോദിച്ചത്, നമ്മളെ സ്വാധീനിക്കുമോ, ഈ വിഷയങ്ങൾ സ്വാധീനിക്കുമോ? തീർച്ചയായും സ്വാധീനിക്കും അതൊക്കെ. അതല്ലാതെ ആദ്യം തന്നെ ഒരാൾക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതായത് ഇന്നാൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, പിന്നെ എന്ത് വിവാദം വന്നാലും കുഴപ്പമില്ല, അങ്ങനെയാണോ? അത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവരുടെ എന്തായാലും എന്ത് വിവാദം ഉണ്ടെങ്കിലും അത് മാറില്ലല്ലോ. മാറില്ല. ഓരോ പാർട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ മനസ്സിലുണ്ടാവും. അത് എന്തായാലും അത് അതിലേക്കേ പോകുള്ളൂ. അതെ, ഓക്കെ, താങ്ക് യു. അപ്പം ലിജോ, നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം ഇതിന് തുടക്കത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമായിരുന്നു എപ്പോഴും. സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് എപ്പോഴും പ്രശ്നമായി വരിക. ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയായിരുന്നു ഇവിടുത്തെ പ്രശ്നം. കാരണം സരിൻ പോകാനുള്ളൊരു കാരണം സ്ഥാനാർത്ഥി നിർണ്ണയമായിരുന്നു. രാഹുലിനെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതായിരുന്നു പറയുന്നത്. അത് ഏത് തരത്തിലേക്കാണ് പിന്നീട് അത് വളർന്നു? പിന്നെ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് രാഹുൽ എന്ന് പറയുന്നു. കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഇപ്പം പൂർണ്ണമായും പരിഹരിച്ചു എന്ന്, ഇപ്പം ഇന്ന് കൊട്ടിക്കലാശാണ് നടക്കുന്നത്, പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാനാവൂ? അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് എന്തായാലും അവരെ സംബന്ധിച്ചൊരു ലോട്ടറിയാണ്. കാരണം ഇപ്പം നമ്മൾ വന്ന് കാണുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ പാലക്കാട് ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കുന്ന യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞിട്ടില്ല. CPM പരാജയമായിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് സരിൻ്റെ എൻട്രി വരുന്നത്. സരിൻ വരുന്നു, ആളുകളുടെ ഇടയിലേക്ക് കുറെ കൂടെ ഇറങ്ങാൻ ശ്രമിക്കുന്നു. അത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വളരെ പെട്ടെന്ന് കണക്റ്റായി എന്നുള്ളതൊരു ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ, അത് പല ആളുകളും പുറത്തുനിന്ന് വന്ന ആളുകളും ഒക്കെ പറയുന്നത് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ നന്നായി പണിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോഴും കോൺഗ്രസിനുള്ളിലെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് രണ്ടാം പേസിലെത്തിയപ്പോൾ കോൺഗ്രസിന് കുറെ കൂടെ അവരുടെ അജണ്ടയിൽ നിന്ന് വർക്ക് ചെയ്യാനും, അവർ പറയുന്ന തരത്തിലേക്ക് ഈ അജണ്ട സെറ്റ് ചെയ്യാനും, വാർത്തകൾ ആ തരത്തിലേക്ക് പോകാനും, ഇപ്പോൾ VD സതീശനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇനി ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന തരത്തിലേക്ക് കഴിഞ്ഞ ഒരു അവസാനത്തെ ലാപ്പിലെത്തിയപ്പോഴേക്കും കോൺഗ്രസിന് ആ തരത്തിലേക്ക് അവരുടെ ഒരു നിലവിൽ ഒരു എഡ്ജുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിലൊക്കെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇനി ഒരു അവസാന ടെസ്റ്റ് ഒരു സംഭവിക്കാൻ പോകുക, അല്ലെങ്കിൽ വോട്ടെണ്ണൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, BJP എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത പോലും ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. അടിത്തട്ട് ഒളിഞ്ഞു കിടക്കുന്ന വേറെ സസ്പെൻസ് ആണല്ലേ? കാരണം ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, BJPയുടെ വർക്ക് അങ്ങനെ കാണുന്നില്ല. ഇപ്പം ലിജോ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എത്രത്തോളം സജീവമായി കാണുന്നില്ല. അപ്പം നമ്മളൊക്കെ പറഞ്ഞിരുന്നത് അവരൊരു തൃശ്ശൂർ ട്രെൻഡ്, അതായത് തൃശ്ശൂർ രീതി, അതായത് പുറമേക്ക് വലിയ തോതിലുള്ള പ്രകടനം കാണാതെ ഉള്ളിൽ നല്ല ജോലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, മറിച്ചും പറയുന്നുണ്ട്. അതായത് സത്യത്തിൽ അവരുടെ കുഴപ്പം കൊണ്ട് പണിയെടുക്കുന്നില്ല. അതെ, അല്ല, ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ഒരു റാലി നടത്തിയത്. യഥാർത്ഥ കൃഷ്ണകുമാറിന് ഒരു റാലി ഇന്നലെയാണ് നടക്കുന്നത്. ഒരു അങ്ങനെ ഒരു സജീവ റോഡ് ഷോ, പക്ഷേ ഒരു സജീവമായ ഒരു റാലിയിലേക്ക് ഇന്നലെ അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അതിനേക്കാൾ നന്നായി ഹോർഡിങ്സിന്റെ കാര്യത്തിലായാലും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സജീവമാണ്. ആ തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ നമ്മൾ പറയില്ല സ്ക്വാഡ് പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്, അത് ഏത് തരത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അത് അടിത്തട്ടിൽ ഏതൊക്കെ തരത്തിലാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ചിലയിടങ്ങളിൽ അവർക്കുള്ള വളരെ അവരുടെ കേഡർ റൂട്ടുകളെ കൃത്യമായി നിലനിർത്താൻ കഴിയുമ്പോൾ അപ്പോഴാണ് ഈ സന്ദീപ് വാര്യരുടെ ഈ മാറ്റം ഉണ്ടാകുന്നത്. അതെങ്ങനെ ബാധിക്കും, അത് മാറാതിരിക്കാൻ ഒരു കേഡർ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ മാറ്റം ഏത് തരത്തിലാണ് ബാധിക്കുക? അത് BJPയിലുള്ള കേഡർ റൂട്ടുകളെ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിലനിർത്തുവാണോ, അതോ അല്ലെങ്കിൽ അതിലൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ടോ? സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണല്ലോ, കാരണം സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ സജീവമായി നിന്നിരുന്നത്. അപ്പം സന്ദീപ് വാര്യർക്ക് ഒരു ഫാനുണ്ട്, പക്ഷെ അത് ആ ഫാൻ, പാർട്ടിയിലുള്ള ഫാൻ അത് തിരിച്ച് സന്ദീപ് വാര്യർ പോകുമ്പോൾ അതേപോലെ അങ്ങോട്ട് പോകുന്ന കരുതാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും എങ്കിൽ പോലും വളരെ കുറഞ്ഞ വോട്ടെങ്കിലും അത് UDFിലേക്ക് പിന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചരിത്രപരമായത്, ഇപ്പം സന്ദീപ് വാര്യരുടെ അമ്മ ഈ നാട്ടുകാരിയാണ്, ഇവിടെയാണ്, മൂത്താൻ സമുദായത്തിലുള്ളതാണ്. മൂത്താൻ സമുദായം ഏതാണ്ട് 15,000 തൊട്ട് 20,000 വോട്ടുള്ളതാണ്. അവരുടെ ഒരു തറവാട് അവിടെ ഉണ്ട്. അങ്ങനെ ആ ഒരു റീജിയണിൽ ഒരു സ്വാധീനം, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ബന്ധം സന്ദീപ് വാര്യർക്ക് അവിടെ ഉണ്ടെന്നാണ്. പൊതുവെ അവരെല്ലാം കളഞ്ഞ RSSകാരാണ്. BJP എന്ന് പറഞ്ഞാൽ RSSകാർ എന്ന നിലയ്ക്ക് അത്രയും കാലങ്ങളായി അങ്ങനെ ഒരു RSS സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകളാണ്. പ്രസാദ്, ലിജോ, നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികൾ പറയുന്നത് കേട്ടു. BJP സ്ഥാനാർത്ഥി വലിയ ആവേശത്തിലാണ്. അദ്ദേഹം പറയുന്നത് 5 അക്കം കടക്കും ഭൂരിപക്ഷം എന്ന് അദ്ദേഹം പറയുന്നു. സരിനാണെങ്കിലും അങ്ങനെ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് UDF ക്യാമ്പിലെ അവസ്ഥയാണ്. അത് ഉടൻ തന്നെ നമ്മുടെ ആൽവിൻ എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാലക്കാട്ടെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് വിവാദങ്ങളെന്ന് വെച്ചാൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. മുന്നണി മാറ്റമുണ്ട്, ആശയമാറ്റമുണ്ട്, ചേരിമാറ്റമുണ്ട്, ട്രോളി വരുന്നു, കത്ത് വരുന്നു, ഇരട്ട വോട്ട് വരുന്നു എന്ന് വേണ്ട ഉണ്ടാകാനുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പാലക്കാട്. ഈ വിവാദങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടോ, അതോ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള ഒരു നിലയാണോ സ്വീകരിക്കുന്നത്? നമുക്ക് അവസാന നിമിഷം നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്?
സതിലക്ഷ്മി, ഈ വിവാദങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ചർച്ചയായിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കാരണം ഇപ്പം ഞങ്ങളിവിടെ ഇവർ സരീനുമായിട്ടും അതോടൊപ്പം തന്നെ സി കൃഷ്ണകുമാറുമായിട്ടെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ പങ്കുവച്ചിരുന്നൊരു കാര്യം ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട്, പക്ഷേ ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ലിജോയ്ക്ക് എന്താ തോന്നുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രചരണം UDF കഴിഞ്ഞ കാലത്തൊന്നും നടത്തിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും ഇത്രയും പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രചരണം നടത്തിയിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഏതാണ്ട് 65% വോട്ടിംഗ് പെർസെൻറ്റേജ് പറയുന്നത് ആളുകളുടെ മനസ്സിൽ ഇതാണോ ഉള്ളത്, അല്ലെങ്കിൽ ആളുകൾ ഈ വിഷയങ്ങൾ അവർ അതേപോലെ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ആളുകൾക്ക് അതിനോടൊരു മടുപ്പുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. വ്യായാമത്തിലായിരിക്കും, എന്നാലും ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വോട്ടറാണോ അതോ? അതെ, പാലക്കാട് വോട്ടർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ മത്സരത്തെ കുറിച്ച്? ത്രികോണം മത്സരമാണ് പാലക്കാട്. പക്ഷേ എന്തായാലും മറ്റേ രാഹുലിനൊരു മുൻതൂക്കം കാണുന്നുണ്ട്. എത്ര കണ്ട് ഇതാവുന്നുള്ളത് 23-ന് അറിയാൻ കഴിയും. ഇപ്പോൾ ഇതിനിടയിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം വിവാദങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അത്രയേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? നിങ്ങളതൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ, നിഷ്പക്ഷരായിട്ടുള്ള വോട്ടറിപ്പം അത് എത്ര കണ്ട് ഇതെടുക്കുന്നത് അറിയില്ല. ഇങ്ങനെ ട്വിസ്റ്റുകളാണല്ലോ വരുന്നത്. ഈ ട്വിസ്റ്റുകൾ വരുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നമൊക്കെ മുങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പാലക്കാടിന് വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ പാലക്കാട് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന MLA കൂടെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ. അതെ, അത് തന്നെ നമുക്ക് UDF വരും തന്നെയാണ് മാക്സിമം കാഴ്ചപ്പാട് കരുതുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ കുറച്ചും കൂടി വികസനം വരാനുണ്ട്. ജില്ലാ ആശുപത്രി അതിലുള്ളതൊക്കെ കുറച്ചും കൂടി സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ഇല്ല കേട്ട് ഇല്ല ഇതിൽ ഇപ്പം ചർച്ച വന്നിട്ടില്ല. റീസെൻ്റ്ലി ഉണ്ടായ വിവാദങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് ഉണ്ടായതാണോ എന്നുള്ളത് നമ്മുടെ വോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് ആണോ എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ പറഞ്ഞ ഈ ഇതിൻ്റെ കാര്യത്തിലും മറ്റുള്ള കത്തിൻ്റെ ഇടപാടും ഇതൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. സന്ദീപ് വാര്യർ UDF കോൺഗ്രസിലേക്ക് വന്നു, അതെങ്ങനെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അല്ല, അതും ഒരു രാഷ്ട്രീയ ആളുടെ ഒരു ഇപ്പോഴത്തെ ഇതിൻ്റെ കാര്യമായിട്ട് ആൾ മാറിയതാണ്. ഇതും ഇപ്പോൾ ജനങ്ങളിപ്പോൾ എത്ര കണ്ട് അതൊക്കെ എടുക്കുന്നുള്ളത് കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ സരിനായാലും ആളുടെ ഒരു നിലപാടായിരുന്നു, അപ്പോൾ ആളത് മാറി. സന്ദീപ് വാര്യർ വലിയ ഈ കർക്കശ, അതായത് തീവ്ര നിലപാടൊക്കെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ അത് പാർട്ടിക്കകത്ത് അങ്ങനെ ഈ സാധാരണ പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ അതൃപ്തിയോ അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു. നമ്മൾക്ക് എന്താ പറയുക, ഒരു രാഷ്ട്രീയ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് എന്തായാലും നടക്കട്ടെ, വ്യായാമം നടക്കട്ടെ. അപ്പം ലിജോ, അപ്പം ഇത് ഇവർ പറയുന്ന പോലെ തന്നെയാണ്. കാരണം ജനകീയ വിഷയങ്ങൾ സത്യത്തിൽ കുറഞ്ഞ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതെ 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 അത് ഒരു ഇവിടെ സത്യത്തിൽ അക്കാര്യത്തിൽ എനിക്കൊന്ന് സർക്കാരിന് വലിയ മെച്ചമായിരുന്നു. എനിക്കൊന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട എത്രത്തോളം ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ആ ചർച്ചകളൊന്നും വരുന്നില്ല. ഒരു ചർച്ച പോലും പാലക്കാട് പ്രത്യേകിച്ച്, ബാക്കിയുള്ളത് പിന്നെയും കുറെ കൂടെയൊക്കെ വന്നു. ഇവിടെ ഈ ട്വിസ്റ്റുകളുടെ ഇടയിൽ സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ ഒരു കാര്യം പോലും നടന്നിട്ടില്ല. മണ്ഡലത്തിലെ വിഷയങ്ങളുമായുള്ള ചർച്ചകൾ നടക്കാതിരിക്കാൻ അത് എനിക്കൊന്ന് അത് വോട്ടാവുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക അതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥ എന്തായാലും CPM-ലൂടെ ഉണ്ടായില്ല എന്നുള്ളതൊരു കൗതുകരമായ, കാരണം അത്രമാത്രം വിഷയം ഉണ്ടായിരുന്നു. കാര്യത്തിൽ ഒരു തന്ത്രം CPM വിജയിച്ചു എന്ന് പറയാം. കാരണം പൊതുവെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിനെ അത്രയും ക്ലോസ് മോണിറ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്രയും കർക്കശമായി അല്ലെങ്കിൽ കർശനമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സമയമാണ്. കാരണം അതിന് പ്രതിപക്ഷത്തുള്ള രണ്ട് മുന്നണികളും അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് വെച്ചാൽ UDF മറുപടി പറഞ്ഞു മടുത്തു. കാരണം സരിൻ വരുന്നു, സരിൻ്റെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. ആദ്യമൊക്കെ സരിനെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഷാഫിയോടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും തുടക്കത്തിൽ സരിൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി, അവർക്ക് പറഞ്ഞേ പറ്റൂ എന്ന രീതിയിലേക്ക് വന്നു. കാരണം കോൺഗ്രസ് നിന്ന് ഷാനിബ് വരുന്നു, പിന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ ഇതുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ മറുപടി ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു വരുന്നു. പിന്നെ വിവാദങ്ങൾ കുറേ കാലം വന്നു. പിന്നെ UDF-ന്റെ ഒരു എഡ്ജ് കിട്ടുന്നത് ഈ ലാസ്റ്റ് പെട്ടിവിവാദം തൊട്ട് വരുന്നതാണ്. അപ്പോൾ പെട്ടിവിവാദത്തിൽ എങ്ങനെയായിരിക്കും അത്? അത് പറഞ്ഞ പെട്ടി വിവാദം മുതലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് ബോൾ കിട്ടി തുടങ്ങിയത്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു മാസ്റ്റർ ഷോക്ക് എന്ന നിലയ്ക്ക് ലാസ്റ്റ് സന്ദീപ് വാര്യർ വരുന്നത്. ഈ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അത് നമുക്ക് ആദ്യത്തെ റൺസ് എടുത്തത് പെട്ടി വിവാദത്തിൽ. അതെ അതെ, അവിടെ നിന്നാണൊന്നും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ സരിൻ, അതിനുശേഷം അതെ കത്ത്, അതിനിടയ്ക്ക് ഷാനിബ്, അങ്ങനെ ഓരോ ദിവസം ഓരോ ആളുകൾ എന്ന നിലയ്ക്ക് അത് കൊടുക്കാൻ പറ്റി. വളരെ
കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇത് ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ, അതായത് ഈ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് ആളുകളുടെ മനസ്സിൽ നിന്ന് പോയി നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് അവർ ഇന്നലെ എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു പുഷ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ, അത് സാധാരണ വോട്ടർമാർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് അത് 2500 ആക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ആ തരത്തിൽ അതുപോലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് കുറേ കൂടി ഈ പഞ്ചായത്തുകളിലൊക്കെ കുറേ കൂടെ സജീവമായിട്ട് അത്തരം വീടുകളൊക്കെ കിട്ടി ഈ പുഷ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് മറക്കും എന്നുള്ളൊരു തോന്നലില്ല. പക്ഷേ അത് പോളിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ചിലരും പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ അതിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് എന്ന് അറിയില്ല. പിന്നെ ഈ പെട്ടിവാദം വന്നപ്പം എടുത്തു പറയേണ്ടത് CPM അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയ സമയത്താണ് NN കൃഷ്ണദാസ് വെടിപൊട്ടിച്ചത്. അതായത് പെട്ടിയൊക്കെ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടിയൊക്കെ എടുത്ത് വലിച്ചെറിയും, നിങ്ങൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് CPM-നകത്തത് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം അവർ കരുതിയിരുന്നത് അത് വലിയ തോതിൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് കൃഷ്ണദാസ് ഇങ്ങനെ പറഞ്ഞത്. അത് വിമർശനമായി. പക്ഷേ എങ്കിൽ പോലും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം പിന്നീട് CPM-ന്റെ പ്രചരണ ശൈലി നമുക്ക് നോക്കുക അറിയാം, ചെറുതായിട്ടൊന്ന് മാറി. അതെ, അതുവരെ ഉണ്ടായിരുന്ന ഒരു ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന പറയില്ലേ, നമ്മളെ പ്രധാന വിഷയങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ അതിനുശേഷം കുറെ കൂടി മാറാനുള്ളൊരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ആദ്യം അതിനെ നിഷേധിക്കുന്നില്ല, പെട്ടി ചർച്ച ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ പിന്നീട് പെട്ടി ചർച്ച ചെയ്തിട്ടില്ല. അത് പെട്ടി കയ്യിൽ നിന്ന് പ്രശ്നമാവും എന്നുള്ളത് മനസ്സിലാക്കി പിന്നീട് പെട്ടി മാത്രമല്ല പോലീസ് മനസ്സിലാക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി അതിലൊന്നും കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകും. അതൊരു ഓപ്പറേഷൻ ആണെന്ന് പോലും, അതായത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഒരു ഓപ്പറേഷൻ പോലും ആണ്, അതായത് ഇതൊരു ട്വിസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്പറേഷൻ പോലും ആണ് അത് എന്ന് പറയുന്ന തരത്തിൽ വിഷയത്തി. കാരണം ആദ്യം അതങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു കയറാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ VD സതീശനും സംഘം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം VD സതീശന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ഇലക്ഷൻ മാനേജ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. അത് തൃക്കാക്കര ഇലക്ഷൻ മുതൽ വളരെ കൃത്യമാണ്, അതിൽ അവർക്ക് കണക്ഷൻ കൃത്യമാണ്. അതിപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചെങ്കിൽ പോലും ആ സമയത്ത് പുതുപ്പള്ളി അങ്ങനെ ഒരു വിഷയമാണ്, പുതുപ്പള്ളിയിലും സജീവമായിട്ടുള്ള വിഷയം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലിജോ പ്രസാദ്, നമ്മൾ ഈ 3 പേരും പറയാനുള്ളത് കേട്ടു. രാഹുൽ ആണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്, കൃഷ്ണകുമാർ ആണെങ്കിൽ പറയുന്നു 5 അക്കം കടന്നുള്ള ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന്. ഈ ഡോക്ടറെ എന്നുള്ള വിളി അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. ഈ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സരിനും പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ ഈ പ്രചരണം നോക്കുമ്പോൾ 3 മുന്നണികളെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചേലക്കര LDF-ന് എത്രത്തോളം പ്രധാനമാണോ അതിനേക്കാൾ പ്രധാനമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്ന് വേണമെങ്കിൽ പറയാം. കോട്ട നിലനിർത്തണം. അത് കൈവിട്ട് പോവുകയാണെങ്കിൽ അത് VD സതീശന്റെ സ്ഥാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും. ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യപ്പെടും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ BJP-യിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ നിയമമൊക്കെയാണ് BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥലം എന്ന് പറയുന്ന നിയമമാണ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ല. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ BJP ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാലക്കാട്ടെ വിജയം അത് BJP സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അത് കൈവിട്ടു പോവുകയാണെങ്കിൽ ഇക്കുറി വിജയം നിലനിർത്താൻ BJP-ക്ക് കഴിഞ്ഞില്ലെങ്കിൽ, BJP സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും. കാരണം ഈ സന്ദീപ് വാര്യരുടെ മുന്നണി മാറ്റം അടക്കം അവിടെ വലിയ ചർച്ചാ വിഷയമാകും. മൂത്താൻ സമുദായത്തിന്റെ വോട്ട് അവിടെ വലിയ ചർച്ചാ വിഷയമായി തീരും. അതേപോലെ LDF-ലേക്ക് വരികയാണെങ്കിൽ LDF-ന് കഴിഞ്ഞ കാലങ്ങളിലൊന്നും വലിയ സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി വരുന്നു, അവർക്ക് ഇടത് ചിഹ്നം ലഭിക്കാതെ മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവളും വലിയ ചർച്ചകളായി വരും. അങ്ങനെ 3 മുന്നണികളെയും സംബന്ധിച്ച് ജയം എന്നതിനപ്പുറം മറ്റൊന്നും അവർക്ക് മുന്നിൽ കാണാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് ഈ മത്സരം മാറി വരികയാണ്. ഈ ഒരു അവസാന ദിവസം എത്തുമ്പോൾ ഈ മുന്നണികളെ സംബന്ധിച്ച് വളരെ നിർണായകമല്ലേ? തീർച്ചയായും. കാരണം മുന്നണികളെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയട്ടെ, കാരണം അവർക്കെല്ലാം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ, ആ വോട്ടുകളിൽ ഒരു വോട്ട് പോലും കുറയരുത് എന്നുള്ളതാണ് ഒരു മുന്നണിക്കും. അതായത് ജയിച്ചാലും തോറ്റാലും, ഇപ്പം നിലവിലെ സ്റ്റാറ്റസ് തുടർന്നാൽ പോലും UDF ജയിച്ചാലും മറ്റ് ആ സ്റ്റാറ്റസ് തുടർന്നാൽ പോലും 1, 2, 3 എന്നുള്ള നിലവിലെ ഓർഡറിൽ തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ പോലും കിട്ടിയ വോട്ടുകളിൽ കുറവ് വന്നാൽ അത് വലിയ പൊട്ടിത്തെറിയുണ്ട്. എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം, 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം പാലക്കാടുണ്ട് യഥാർത്ഥത്തിൽ. അത് മുന്നണികളുടെ ബലാബലവും എങ്ങനെയാണ്. അതിപ്പം CPM പറയുന്നത്, ലെഫ്റ്റ് പറയുന്നത് 2ാം സ്ഥാനം കിട്ടിയാൽ പോലും മെച്ചാണ്, കാരണം വിജയിച്ച പോലെയാണ്. കാരണം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ 2ാം സ്ഥാനത്തേക്ക് വരുന്നു, സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നതിനെ മറികടക്കാൻ അടുത്ത 1.5 വർഷം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന
തരത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ വലിയ തരത്തിൽ ഗുണം ചെയ്യും. ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയല്ല, രണ്ടാം സ്ഥാനത്തിന് മത്സരം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ഈ 3 പേരും തമ്മിലുള്ള മത്സരം അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പം LDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് വളരെ കുറവ് വോട്ടാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവർ വളരെ കുറഞ്ഞ വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനേക്കാൾ കൂടി ഇപ്പം സരിൻ ജയിച്ചാലും തോറ്റാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നില മെച്ചപ്പെടുത്തണം. അപ്പോൾ 2ലേക്ക് വന്നാൽ ജയിച്ചതിന് തുല്യമാണ്. നിലവിലുള്ള വോട്ട് വർദ്ധിപ്പിച്ചാലും അത് വലിയ നേട്ടമാണ്. പാലക്കാട് പോലൊരു മണ്ഡലത്തിന് നമ്മൾ ആ ഒരു വസ്തുത മറന്നുകൊണ്ട് ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത് ശരിയാവില്ലല്ലോ. അപ്പം അവരെ സംബന്ധിച്ചോളം കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. തീർച്ചയായും 29% കുറച്ച് കാലമായിട്ട് അങ്ങനെ ആ ഒരു വഴിക്ക് 35 അവരിൽ നിന്ന് 29-ലേക്കൊക്കെ എത്തി അവരെ നിൽക്കുകയാണ്. ഒരു 6% വോട്ട് എന്ന് പറയുന്നത് വലിയ ലിജോ പ്രസാദ്, ഞാൻ ചെറുതായിട്ടൊന്ന് ഇടപെടുകയാണ്. നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്ന സമയത്ത് ബിനിമോൾ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ആദ്യം അവിടെ ഉയർത്തി കേൾക്കുന്നു. ഇടതുപക്ഷ ചിഹ്നത്തിൽ അവർ മത്സരിക്കുമെന്ന് വിചാരിക്കുന്നു. അവിടേക്കാണ് ഈ പാർട്ടി വിട്ട് വന്ന സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ കലാപം ഉണ്ടാക്കിയ സരിൻ അവിടേക്ക് വരുന്നതും, പക്ഷേ ഇപ്പോൾ പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്നതും. ഇല്ല, അതിനകത്ത് സേതുലക്ഷ്മി അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബിനുമോളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഈ മണ്ഡലത്തിൽ പരിചയമുള്ള ആളാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിനു മുമ്പ് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. അത് ആ സമയത്ത് CPM ചർച്ച ചെയ്തപ്പോൾ മികച്ച സ്ഥാനാർത്ഥി തന്നെയായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അപ്പം കോൺഗ്രസിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് അത് മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ അതൃപ്തികളൊന്നും LDF-നകത്തില്ല. ഇപ്പോൾ സ്വതന്ത്രനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇതൊരു അടവ് നയമാണ്. തുടക്കത്തിൽ പറയുന്ന പോലെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം വിജയിക്കുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വോട്ട് ചെയ്യാത്ത ആളുകൾ, അത് പ്രത്യേകിച്ച് പാലക്കാട് നഗരത്തിലുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുകൂടെ ലക്ഷ്യം വെക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്ത ആളുകൾ സരിൻ എന്ന വ്യക്തിയോടുള്ള, നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ വന്നപ്പോൾ ഒരു വിദ്യാഭ്യാസ സമ്പന്നനായ ആൾ വരുമ്പോൾ ഉണ്ടാവുന്ന ആ തരത്തിൽ സരിന് പലയിടത്തും കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടാവില്ല എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവിടേക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും സരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുമ്പ് DMK-യിൽ ഉണ്ടായിരുന്ന അത് പോവാണോ ആളുകൾ ഈ ഡിസ്കഷനെ വല്ലാതെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ സുഹൃത്തു കൂടിയാണ്. പക്ഷേ പ്രതികരണത്തിന് തയ്യാറല്ല. അതൊരു ഫാക്ടറായിരുന്നു. ഇപ്പം അതും ചർച്ചയിലില്ലാതെ അവസ്ഥയിലേക്ക് വന്നു അല്ലേ. DMK അങ്ങനെ ഒരു ചർച്ചയിലില്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥി സരിൻ വന്നതോടുകൂടി ഇത് പറഞ്ഞാണല്ലോ പ്രധാനപ്പെട്ട, അതായത് CPM-ന് പുറത്തുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു സ്പേസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം സ്വന്തം നിലയ്ക്ക് സരിൻ എത്ര വോട്ട് പിടിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ്. സ്വന്തം നിലയ്ക്ക് സരിൻ ഇപ്പം പാർട്ടി വോട്ട് വളരെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെടുകയും സ്വന്തം നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് മീൻസ് സരിൻ എന്ന കാൻഡിഡേറ്റ് കൊണ്ട് പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ അതും കൂടെ വരുമ്പോഴാണ് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ CPM-ന് കഴിയുള്ളൂ. അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ട് അത് തന്നെ അവിടെ കിട്ടുമല്ലോ. അതാണ് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം കൽപ്പാത്തിയിലൊക്കെ പോകുമ്പോൾ അത്തരം മേഖലകളിൽ പോകുന്ന സമയത്ത് മുമ്പ് CPM-ന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ചെല്ലുന്നു, സരിൻ അവരിലേക്ക് ഇടിച്ചു കയറുന്നു, വീടുകൾ സന്ദർശിക്കുന്നു. അപ്പം അത് എത്രത്തോളം വോട്ടാവുന്നൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷേ ഒരു മാറ്റം ഉള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. തീർച്ചയായിട്ടും. അത് വേറൊന്ന് കുറച്ചും കൂടെ തമിഴ് ഇംഗ്ലീഷൊക്കെ കലർന്ന് സംസാരിക്കുന്ന ആളുകളാണ്. അവർ കുറച്ചുകൂടെ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന നിലയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞത് കണ്ടിരുന്ന ആൾ പറഞ്ഞത് ഈ ഇംഗ്ലീഷൊക്കെ ചേർത്ത് സംസാരിക്കും സരിനോട്. ആ തരത്തിൽ ഭാഷയിൽ വലിയ മാറ്റം. അപ്പോൾ അത് കണക്റ്റ് ആവുന്നു. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾ അതും അതിൽ വിദ്യാസമ്പന്നത ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക് ഒരു IRS പോലുള്ള ഒരു സിവിൽ സർവീസ് പൊസിഷനിൽ ഇരുന്നിട്ട് വന്ന ആളെന്ന നിലയ്ക്കുള്ളൊരു സ്വീകാര്യത കുറേ സ്ഥലങ്ങളിലെങ്കിലും സരിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വോട്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വീണ്ടും നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ലോങ് ടൈം ഡെപ്പോസിറ്റ് എന്ന നിലയ്ക്ക് CPM പ്രതീക്ഷിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് സരിൻ്റെ കാര്യത്തിൽ തോന്നുന്നത്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇപ്പം ഇത് ഷാഫി പറമ്പിൽ ഇവിടുന്ന് മാറിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഷാഫിക്ക് ഈ മണ്ഡലത്തിലുള്ള ഒരു ജനസ്വീകാര്യത, ഒരു ജനകീയത, അത് സ്വാഭാവികമായും ഈ വോട്ടിൽ അത് പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം MLA വടകരയിലേക്ക് പോയതിനു ശേഷം പലപ്പോഴും ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഷാഫി ഇവിടുന്ന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ഈ UDF-ന്റെ ആളുകളുടെ ഒക്കെ ഫോണുകളിലൊക്കെ ഉണ്ടാവും. അവർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്ന ആളുകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും രാഹുലിന് കിട്ടുന്ന പിന്തുണ, അതിൽ ഒരു വലിയ പിന്തുണ ഷാഫിക്ക് കൂടിയുള്ള പിന്തുണയാണ്. തീർച്ചയായും എനിക്ക് വോട്ട് ചെയ്യണം എന്നാണല്ലോ ഷാഫി പറയുന്നത്. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഷാഫി പറയുന്നത്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഒരു കേവലം ഇപ്പോൾ ഒരു MP-യോ അല്ലെങ്കിൽ ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു MLA എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി
ഒരു കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി ഓൾറെഡി എമേർജ് ചെയ്തിട്ടുള്ള ആളാണ്. അത് വരും ഭാവിയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അത്രത്തോളം ഒരു കരിസ്മയുള്ള ഒരു നേതാവാണെന്നതിൽ തർക്കമില്ല. അത് വോട്ടായി മാറുന്നതാണ്. കാരണം ആ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് വന്നാൽ ഷാഫിക്ക് 2016 കിട്ടിയ ഭൂരിപക്ഷത്തേക്ക് വന്നാൽ 17,000-ന്റെ മുകളിലേക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. ഇനി കുറഞ്ഞ 5,000-നും 10,000-നും ഇടയിലാണെങ്കിൽ പോലും വിജയമാണ്. പക്ഷേ നേരിയ ഇപ്പോൾ കഴിഞ്ഞ തവണ ശ്രീധരനൊക്കെ കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഷാഫി ജയിച്ച് 3,859 പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികം ജയിച്ചതെങ്കിൽ പോലും അത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മൾ സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ എല്ലാവരും ഉണ്ടെന്ന് എല്ലാ ആളുകളും സനീഷും ഹർഷനും എല്ലാവരും ചേർന്ന ഒരു വലിയ നിര, എല്ലാ റിപ്പോർട്ടേഴ്സും എല്ലാവരും കൂടെ ചേർന്ന വലിയ നിരയാണ് നമുക്കിന്ന് വൈകുന്നേരം നമ്മുടെ കൊട്ടിക്കലാശം എല്ലാ രീതിയിലും. അതെ നമ്മൾ ആ തരത്തിൽ പ്രിപ്പയർഡാണ്. ഓക്കെ ലിജോ പ്രസാദ്.